ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഹോണറ്റാണ് വണ്ടി. വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറ്റി വെച്ചാർന്നതാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ആവുള്ള. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു കൊണ്ടുവന്നതാണ്. അതിനുശേഷം നമ്മളതിൻ്റെ പ്ലഗിലേക്കുള്ള കറണ്ട് സപ്ലൈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പ്ലഗിലൊക്കെ കറണ്ട് ഉണ്ട്. അതേപോലെ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി ഡിസ്ചാർജ് ആയി പോയി മൊത്തം. പിന്നെ അതെടുത്തുനിന്ന് ചാർജ് ചെയ്ത് നോക്കിയാലും ചെയ്ത് നോക്കാമെന്ന് മാത്രം, കാരണം അത്രയ്ക്ക് ഒട്ടും വോൾട്ടില്ല. ഇത് ഇരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ്. പിന്നെ അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ, കാരണം എന്ന് വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കാർബറേറ്ററിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഫംഗസ് പിടിച്ചേക്കണ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലീനർ വെച്ചിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. കാർബറേറ്റർ ക്ലീനർ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാം, ഇതിനകത്ത് ചെറിയ പൊടി പോലെ വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാർബറേറ്ററിൻ്റെ ഈ കേസ് എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്. അലുമിനിയം ബോഡി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം ഈ ക്ലാവ് പിടിച്ച പോലെ ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ ക്ലീനർ അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഓവർഫ്ലോ വന്ന ഭാഗം, ഓവർഫ്ലോ നീഡിൽ വന്നത് ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഈ ഒരു ഹോളിൻ്റെ ആ ഒരു തലയാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഈ ക്ലീനറൊക്കെ അടിച്ച് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സീറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും. ഇനി അതല്ല ഓവർഫ്ലോയിൽ മിസ്സിങ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പരമാവധി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ മാത്രം നമുക്ക് മാറ്റി സെറ്റ് ചെയ്യണ കേസൊക്കെ ആലോചിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് പറയാം. ഇതാണ് ശരിക്കും എൻ്റെ ഫ്ലോട്ട് വാൽവ്. ഈ വന്ന പോയിൻ്റാണ് ശരിക്കും ചെന്നിട്ട് ആ പെട്രോൾ ഇറങ്ങുന്നത് കറക്റ്റ് അളവായി കഴിയുമ്പോൾ ആ ചേമ്പറിലേക്ക് കൃത്യമായിട്ട് പെട്രോൾ ഇറങ്ങി കഴിയുമ്പോൾ ചെന്ന് ബ്ലോക്ക് ചെയ്യണത് ഈ ആയിട്ടാണ്. അപ്പോൾ ഈ കറക്റ്റ് ഈ കൂർത്തിരിക്കുന്ന ഈ ഭാഗം ചെല്ലണ ആ സൈഡിലാണ് മൊത്തം ക്ലാബൊക്കെ പിടിച്ച് ഒരു അവസ്ഥയിലിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് നോക്കാം, നടപടി ആവുമോ എന്നുള്ള ദിവസം നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താം. ഓടിച്ച് നോക്കിയിട്ട് എത്രത്തോളം അതിൻ്റെ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ആളായിട്ട് ഇരിക്കണം. ഈ ചെയിനൊക്കെ നോക്കുമ്പോൾ അറിയാം, നമുക്ക് മൊത്തം തുരുമ്പിട്ടൊരു അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ക് ബ്രേക്ക് യൂണിറ്റൊക്കെയാണ്, അതൊക്കെ ഓൾറെഡി ടൈറ്റായിട്ടുണ്ടാവും. അത് പിസ്റ്റൺ ഒക്കെ ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്താം. അതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന കേസ് ഉണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോഴാണ് നമുക്ക് ആ കാർബറേറ്ററിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വിലയിരുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.